നമസ്കാരം, ഞാൻ റോസ്മേരി ആൻ്റണി, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ നുണ പറയുന്നത്. അപ്പോൾ നുണ പറയുന്ന ബിഹേവിയർ എങ്ങനെ മനസ്സിലാക്കാം, അല്ലെങ്കിൽ കുട്ടികൾ നുണ പറയുമ്പോൾ ആ ബിഹേവിയറോട് നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കുട്ടികളുടെ ഒരു ചൈൽഡ് സൈക്കോളജിയിൽ ഉള്ള ഒരു ഡോക്ടർ വിക്ടോറിയ തൽവാർ ഒരു റിസർച്ചർ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികൾ ഒരു 3 വയസ്സാകുമ്പോൾ മുതൽ നുണ പറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ഹർ, അവരുടെ സ്റ്റഡീസ് പറയുന്നത് ചിൽഡ്രൻ ലൈ ടു അവോയ്ഡ് പണിഷ്മെൻറ്റ്സ്, ഗെയിൻ അറ്റൻഷൻ ഓർ അവോയ്ഡ് ഡിസപ്പോയിൻറ്റിങ് ദ പാരൻസ്. കുറച്ച് കാരണങ്ങൾ കൊണ്ടിട്ടാണ് അവർ നുണ പറയുന്നത്. ഒന്ന്, പണിഷ്മെൻറ്റിനെ പേടിച്ചിട്ട്, അവർ ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അവരെ വഴക്ക് പറയുകയോ അടിക്കോ എന്നുള്ളൊരു പേടി കൊണ്ടിട്ട്. അതല്ല എങ്കിൽ പാരൻസിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം അവർ നുണ പറയാറുണ്ട്. അതല്ല എങ്കിൽ പാരൻസിനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്നുള്ളൊരു ധാരണയിലും കുട്ടികൾ നുണ പറയാറുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഡോക്ടർ വിക്ടോറിയയുടെ റിസർച്ചിൽ പറയുന്നത് ഒരു നിശ്ചിത ആഴ്ചയിൽ ഏകദേശം 20% കൊച്ചുകുട്ടികൾ കള്ളം പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമ്മുടെ കുട്ടികൾ എപ്പോഴാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുന്നത് ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ പക്ഷെ നമുക്ക് എങ്ങനെ ഇവർ മനസ്സിലാക്കാം? റിക്കഗ്നൈസിങ് വെൻ യുവർ കിഡ്സ് ആർ ലൈയിങ്. ആക്ച്വലി അത് അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ്സ് ലൈയിങ് ക്യാൻ ബി ചാലഞ്ചിങ്. കുട്ടികൾ നുണ പറയാണോ സത്യം പറയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ദേ അവോയ്ഡ് ഐ ടു ഐ കോണ്ടാക്ട്. ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറീസ് പറയും. ചിലപ്പോൾ അതിന് യാതൊരു ലോജിക്സും ഉണ്ടാവില്ല. ചിലപ്പോൾ ഒരു സ്റ്റോറി മുഴുവിപ്പിക്കാതെ ആയിരിക്കും അടുത്ത സ്റ്റോറി പറയുക. അല്ലെങ്കിൽ ബീങ് ഓവർലി ഡിഫെൻസീവ്, ചെയ്ത കാര്യങ്ങൾ മറയ്ക്കാൻ വേണ്ടി പെട്ടെന്ന് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ ആ സാഹചര്യം ഒഴിവാക്കി പോവുക. പേ അറ്റൻഷൻ ടു യുവർ ബോഡി ലാംഗ്വേജ് ആൻഡ് ട്രസ്റ്റ് യുവർ ഇൻസ്റ്റിങ്സ്. മാത്രമല്ല അവരുടെ ബോഡി ലാംഗ്വേജിന് നോക്കുക. പിന്നെ നമ്മുടെ മനസ്സ്, സംടൈംസ് വി ഷുഡ് ജസ്റ്റ് ട്രസ്റ്റ് അവർ ഇൻസ്റ്റിങ്സ് ആൻഡ് എന്നിട്ട് അതിനനുസരിച്ച് കുട്ടികളോട് ചോദിക്കുക എന്നുള്ളതാണ്. ഇനി അഥവാ കുട്ടികൾ നുണ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് എവിഡൻസ് ഉണ്ട് എങ്കിൽ ഹൗ ടു റെസ്പോണ്ട് ടു ദോസ് ലൈസ്. ഒന്ന്, പെട്ടെന്ന് റിയാക്ട് ചെയ്യാതെ സ്റ്റേ കാം എന്നുള്ളതാണ്. ദേഷ്യത്തോട് പ്രതികരിക്കുന്നത് നമ്മുടെ കുട്ടികളെ കൂടുതൽ ഒരു ഡിഫെൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് കാം ആയതിനു ശേഷം, ഒന്ന് പോസ് എടുത്തതിന് ശേഷം അവിടുത്തെ സിറ്റുവേഷൻസ് ശരിക്കും മനസ്സിലാക്കി ഒരു ശാന്തമായി ഈ സിറ്റുവേഷൻസ് കൈകാര്യം ചെയ്യാമെന്നുള്ളൊരവസ്ഥയിൽ മാത്രം കുട്ടിയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. 2, ക്രിയേറ്റ് എ സേഫ് എൻവിറോൺമെൻറ്റ്. സത്യം പറയുന്നത് സുരക്ഷിതമാണ് എന്ന് കുട്ടിയെ അറിയിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും കുട്ടികൾ നുണ പറയുന്നത് പേടിച്ചിട്ടാണ്, പേടി കൊണ്ടിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അടിക്കുകയോ അല്ലെങ്കിൽ വഴക്ക് പറയുകയോ എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ ഇത് സുരക്ഷിതമാണ്, ഇത് സേഫാണ് സത്യം പറയാൻ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സത്യം പറയുന്നതിലൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് പകരം നമ്മൾ ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ കോൺസിക്വൻസസ് ഇല്ല, അതൊരു ഡിസ്കഷൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു സേഫ് എൻവിറോൺമെൻറ്റിൽ കുട്ടികൾക്ക് തുറന്നു പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഡിസ്കസ് ദ കോൺസിക്വൻസ് ഓഫ് ലൈങ്. കുട്ടികളോട് നുണ പറയുന്നത് എങ്ങനെ ഒരാളുടെ വിശ്വാസം തകർക്കുമെന്നും അത് ഭാവിയിൽ നമ്മൾ ഗുരുതര പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന കാര്യം വിശദീകരിച്ചു കൊടുക്കുക. അവരുടെ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തിയുടെ അഗാധം മനസ്സിലാക്കി പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ സ്വഭാവം വളർത്തിയെടുക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തത് പ്രേസ് ഓണസ്റ്റി. അവർ സത്യസന്ധമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നുണ തിരുത്തി വെൻ ദേ ടെല്ലിങ് ദ ട്രൂത്ത് അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സത്യം പറഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു, നീ ഇതിൻ്റെ അക്കൗണ്ടബിലിറ്റി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ടൈം ദേ ടെൻഡ് ടു ടെൽ യു ദ ട്രൂത്ത് റാദർ ദാൻ ലൈങ്. ഇനി ടിപ്സ് ടു ചേഞ്ച് ദ ബിഹേവിയർ എന്നുള്ളതാണ്. ഇത് എങ്ങനെ ഈ കുട്ടികളിൽ ഈ ഒരു ബിഹേവിയർ മാറ്റം കൊണ്ടുവരാം. ഒന്ന്, മോഡൽ ഓണസ്റ്റി. കുട്ടികളിൽ നിന്ന് നമ്മളൊരു സത്യസന്ധത പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ സത്യസന്ധത നമ്മളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ബി എ റോൾ മോഡൽ ബൈ ബീങ് ഓണസ്റ്റ് ഇൻ യുവർ ഇൻട്രാക്ഷൻസ്. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ആസ് എ പാരൻറ്റ്, നമ്മൾ കുട്ടികളോടോ മറ്റു നമ്മുടെ പാർട്ട്ണറിൻ്റെ മുമ്പിൽ വെച്ചോ എവിടെയെങ്കിലും നമ്മൾ മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ അതിനെ അഡ്മിറ്റ് ചെയ്യാനും അതിനെ ഒരു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും ട്രൂത്ത്ഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ
ഹാൻഡിൽ ചെയ്യുമ്പോൾ കുട്ടികളത് മനസ്സിലാക്കുകയും അതുപോലത്തെ ബിഹേവിയർ റോൾ മോഡലാക്കി ചെയ്യാനും കുട്ടികൾ ശ്രമിക്കും എന്നുള്ളതാണ്. 2, സെറ്റ് ക്ലിയർ എക്സ്പെക്റ്റേഷൻസ്. സത്യസന്ധത നമ്മുടെ ഒരു കുടുംബ മൂല്യമാണെന്ന് വ്യക്തമാക്കുക, സത്യസന്ധതയുടെ പ്രാധാന്യത്തെക്കുറിച്ചിട്ട് പറഞ്ഞ് അത് നമ്മുടെ കോൺവെർസേഷൻസിൽ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ നുണ പറയുന്ന ശീലം മാറ്റാനായിട്ട് നമുക്ക് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കേണ്ടത് പ്രോബ്ലം സോൾവിങ് സ്കിൽസിലേക്കാണ്. അവർ ഭയപ്പെടുന്ന എന്ത് കാര്യമാണെങ്കിൽ തന്നെ നുണ പറയാതെ അത് തുറന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതിനെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാം. അപ്പം ഇതിലൂടെ കുട്ടികൾക്കൊരു പ്രോബ്ലം സോൾവിങ് സ്കിൽസും കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ്. അവോയ്ഡ് ഹാർഷ് പണിഷ്മെൻറ്റ്സ്. കുട്ടികൾ ഒരുപാട് അടിക്കുകയും വഴക്ക് പറയുകയും അല്ലെങ്കിൽ ഹാർഷായിട്ട് പണിഷ് ചെയ്യുമ്പോൾ കുട്ടികൾ നമ്മളിൽ നിന്ന് മാറി സഞ്ചരിക്കാനാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ കുട്ടികളെ നുണ പറഞ്ഞത് കൊണ്ടിട്ട് അവരെ അത് മനസ്സിലാക്കുകയും അതിൻ്റെ റൂട്ട് കോസ് കണ്ട് അത് പരിഹരിച്ച് അവരുടെ കൂടെ നിൽക്കുമ്പോൾ അവർ തന്നെ മാറാനായിട്ട് ശ്രമിക്കും എന്നുള്ളതാണ്. യൂസ് സ്റ്റോറീസ് ആൻഡ് റോൾ പ്ലേയിങ്. അത് ഒരു നല്ല കഥകളിലൂടെയോ അല്ലെങ്കിൽ നല്ല ഫിലിമുകളിലൂടെയോ കുട്ടികളോട് സത്യസന്ധതയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യുവർ ചൈൽഡ്. നമ്മുടെ കുട്ടികൾ കള്ളം പറയുകയാണെന്ന് നിങ്ങൾക്ക് സംശയിക്കുമ്പോൾ അവരോട് കുറച്ചും കൂടി കൈൻഡ്നെസ്സോടുകൂടിയും അല്ലെങ്കിൽ കുറച്ചും കൂടി വിവേകത്തോടു കൂടി സമീപിക്കുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഓർക്കുക, കുട്ടികൾ എന്തിനാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുകയും അവരോട് ക്ഷമയോടെ ഒരു മാർഗനിർദ്ദേശം അവർക്ക് കൊടുക്കാനായിട്ടും സാധിച്ചാൽ അടുത്തൊരു തവണ അവർക്ക് നുണ പറയേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ ഓടിയെത്തുക നമ്മുടെ പേരൻസിൻ്റെ അടുത്തായിരിക്കും. അപ്പോൾ നുണ പറയുന്ന ശീലം അവരിലുണ്ട് എങ്കിൽ അത് മാറ്റേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. താങ്ക്സ് ഫോർ ലിസണിങ്.